മഹ്ശറദിനത്തിൽ ആദ്യം കേസെടുക്കുന്നത് രക്തത്തിലാണെന്ന ഹദീസിൽ വന്നത്. കൊന്നവന് നരക ശിക്ഷ 70-1, പ്രേരകന് 69 തന്നെന്നാ. ഇബ്ലീസ് അവൻ്റെ ജുനൂദിനാജ്ഞ കൊടുത്തിടും. അതിരാവിലെ മനുഷ്യൻ്റെ ഇടയ്ക്ക് കലർന്നിടും. പല തെറ്റുകൾ മനുഷ്യൻ്റെ ഇടയ്ക്കവർ വാർക്കും. ഇത് തന്നെയാണ് തൊഴിലവർക്കെല്ലാവർക്കും. ഓരോരോ മക്കൾ പരിശ്രമിച്ചത് കൊണ്ട് നേടിക്കഴിഞ്ഞതുണർത്തലും പതിവുണ്ട്. ഞാനിന്ന് ഖത്ലുണ്ടാക്കിയെന്നൊരു വാർത്തയും പറയുന്നു ഇബ്ലീസോട് വന്നൊരു മൂർത്തിയും. സമാനമായി ഒരു കിരീടം കൊടുക്കുന്നതാ എന്നും ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. ചോദിച്ചൊരാൾ നബിയോടൊരാൾ അന്യായമായി എനിക്കുള്ള മുതലെടുക്കാൻ തുനിഞ്ഞു കവർച്ചയായി. എന്താണ് നബിയെ ഞാൻ അയാളിൽ വേണ്ടത്? കൊടുക്കാതിരിക്കുന്ന ജവാബുണ്ടായത്. എന്നോടവന് യുദ്ധത്തിനാ തുനിയുന്നത്. അവനോട് ഞാൻ എന്താണ് അപ്പോൾ വേണ്ടത്? അവനോട് യുദ്ധം ചെയ്യണം നീ എന്നാ തിരുമുസ്തഫ അപ്പോൾ പറഞ്ഞതുമെന്നാ. അവൻ നിന്നെ കൊന്നാൽ നീ ഷഹീദാണെന്ന, നീ അവനെയെങ്കിൽ നരകമിൽ അവനെന്ന. ഇത് നീ ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. റിപ്പോർട്ട് മുസ്ലിമിലുള്ളതായി തെളിയുന്നതാ. അവൻ തന്നെ സ്വന്തം കുത്തി അതിനാൽ ചാകലും, അതുപോലെ സ്വന്തം കുത്തല നരകത്തിലും. മലയുടെ മുകളിൽ നിന്ന് ചാടി ചാകലും, അതുപോലെ നഞ്ഞു കഴിച്ച് സ്വന്തം തുലയലും. കൂടാതെ കെട്ടി തൂങ്ങി കുരുക്കിൽ വീഴലും, ഇതുപോലെ മറ്റും ആത്മഹത്യ നടത്തലും. നരകത്തിലേക്ക് ഇത് കൊണ്ടവർ കടക്കുന്നതാ എന്നുള്ളതും ശൈഖാനി റിപ്പോർട്ടുള്ളതാ. ബാങ്കും ഇഖാമത്തിൻ്റെ ഇടയ്ക്ക് നീ ഭോഗവും ചെയ്താൽ ചിലപ്പോൾ വന്നിടാൻ മതി ജനനവും. അപ്പോൾ ജനിച്ചൊരു കുട്ടി എന്നാൽ പിന്നെ കൊല ചെയ്യലിൽ അവനുണ്ട് രസവും പൊന്നേ. മകാരിമുൽ അഖ്ലാഖ് നോക്കതിലുള്ളതാ. പേജ് 70 ഇത് വിശദമായി പറയുന്നതാ.